നബി വഫാത്തായി എന്നറിയുന്നതോടെ ഇനി എനിക്ക് മദീന വേണ്ട എന്ന് പറഞ്ഞോടിപ്പോയതാണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. സിറിയയിൽ പോയാണ് മഹാനവറുകളുടെ പിന്നീടുള്ള താമസം. തകർന്ന കൽബോടെ മദീനയിലേക്ക് ഇനി മടക്കമില്ലെന്നാണ് നിശ്ചയം. പിന്നീടൊരിക്കൽ ഉമറിൻ്റെ കാലത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വപ്നത്തിലൂടെ വന്നിട്ട്, ബിലാൽ എന്തേ എന്നോട് ദേഷ്യമായോ എന്ന് ചോദിക്കുമ്പോൾ കരഞ്ഞു കലങ്ങി ഹൃദയം പിടിച്ച് സിറിയയിൽ നിന്ന് നടന്നു വന്നു മഹാനായ ബിലാൽ അഷ്റഫുൽ ഖൽക്കിൻ്റെ ചാരത്തേക്ക്. അപ്പോഴാണ് സ്വഹാബാക്കൾ ഒന്നാ ബാങ്കുലി കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽക്കിൻ്റെ പേരക്കിടങ്ങളായ സയ്യിദുന ഹസനും ഹുസൈനും ചോദിക്കുമ്പോൾ പരിശുദ്ധമായ ബാങ്കുലി ഒരിക്കൽ കൂടെ മദീനയിൽ മുഴങ്ങുകയാണ്. പക്ഷേ അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന മഹാനായ ബിലാലിന് പറഞ്ഞു തീർക്കാനായുള്ളൂ. അപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞ് ബോധരഹിതനായി വീണുപോയ ബിലാലിൻ്റെ ഇഷ്കിൻ്റെ മുമ്പിൽ സുബ്ഹാനല്ലാഹ്, എവിടെയിരിക്കുന്നു നമ്മൾ ഓരോരുത്തരുടെയും മുത്തുനബിയോടുള്ള മുഹബ്ബത്ത്? മരണത്തിൻ്റെ അവസാന സമയത്ത് ഭാര്യ കരയുമ്പോൾ മഹാനായ ബിലാൽ പറയുകയാണ്, എന്തിനാ കരയുന്നത്? നാളെ ഞാൻ എൻ്റെ ഹബീബരെയും അവിടുത്തെ പരിശുദ്ധരായ അനുയായികളെയും കാണാൻ പോവാണ് എന്ന് പറഞ്ഞ സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇഷ്കിൻ്റെ മുമ്പിൽ തോറ്റുപോകുമോ നമ്മൾ ഓരോരുത്തരുടെയും മുത്തുനബിയോടുള്ള മുഹബ്ബത്ത്? വരവേൽക്കാം നമുക്ക് റബീഅനെ. അശാന്ത ഭൂമിയിൽ പ്രശാന്ത സുന്ദരദീനിൻ്റെ മധുരമന്ത്രമോദിയ സ്വാന്തന പ്രതീതം മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹിക്കാം നമുക്ക് ഹബീബരെ, വരവേൽക്കാം നമുക്ക് റബീഅനെ. തിരുപ്രണയത്തിൻ്റെ വസന്തകാലമേ മർഹബ.